അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സ് അലിഞ്ഞു. ക്ലർജി സൺഡേ, വൈദിക ഞായർ ആയിട്ടാണ് ഈ സൺഡേ നാം വേർതിരിച്ചിരിക്കുന്നത്. ഈ നാളുകളിൽ അനേകം ആളുകൾ ശമാശ സ്ഥാനത്തേക്ക് പ്രവേശിച്ചതായിട്ടുള്ള അവസരമാണ്. അവരെ ശമാശ സ്ഥാനത്ത് നിന്ന് കശീശ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനായിട്ട് ഒരുങ്ങുകയും കൂടിയാണ്. നമ്മളുടെ സഭയിൽ ഒരു മിനിസ്റ്റീരിയൽ ഹൈറാർക്കിയുണ്ട്. ലെയ്റ്റി, ക്ലർജി, ബിഷപ്സ്. ഇതെല്ലാം നമ്മുടെ ഇടയിലുള്ള അവസരത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് അതിനായിട്ട് പട്ടം കെട്ടതായുള്ള ആളുകളുടെ ശുശ്രൂഷയാണ് എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിപ്പാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ എനിക്ക് പറയുവാനായിട്ട് താല്പര്യമുള്ളത്, വി ആർ ഓൾ ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സ്. നാം എല്ലാവരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിട്ടുള്ളതാണ്. ബാപ്റ്റിസം ഈസ് ദ ഫസ്റ്റ് ഓർഡിനേഷൻ. എൻ്റെ വിശുദ്ധ മാമോദിസ കൈക്കൊണ്ടിട്ടുള്ള ഏവരുമേ എന്നത് വിശ്വാസ സമൂഹത്തെ നോക്കി വിളിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചതായുള്ള ദൈവത്തിൻ്റെ ജനം എന്നതാണ് നാം മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ഇന്ന് ഈ ഇടയിൽ വരുന്നതിനും നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നതിനൊക്കെ ഇടയായിട്ട് തീരുന്നതിൽ സന്തോഷമുണ്ട്. നമ്മുടെ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ബർന്നബാസ് തിരുമേനി ചോദിക്കുന്ന പോലെ, വേർ ആർ അവർ ചിൽഡ്രൻ? ഞാൻ ചിലരെ ഇവിടെ കൊയറിലും മാതാപിതാക്കളുടെ അടുത്തുമൊക്കെ കാണുന്നുണ്ട്. വൈ ഡോണ്ട് യു സെൻഡ് ദം ടു ദ ഫ്രണ്ട് and enable them to sit somewhere here to participate actively in the worship service? ആരാധന നമ്മളുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ്. ചെറുപ്രായം മുതൽ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയുന്നതിനായിട്ടുള്ള ഒരു പ്രബോധനം, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കൂടി ഇരുത്തുകയല്ല, അവർ ലെറ്റ് ദം കം ടു ദ ഫ്രണ്ട്. അവർ ഡിസിപ്ലിൻഡായിട്ടൊക്കെ ഇവിടെ ഇരുന്നോളും. അങ്ങനെയൊക്കെ പ്രബോധിപ്പിച്ച് അയച്ചാൽ മാത്രം മതി. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറിയൊക്കെ നമ്മൾ നടത്തുന്നത് പോലെ കുഞ്ഞുങ്ങളെ മുമ്പിലേക്ക് വിളിച്ച് അവരിവിടെ നിന്ന് മുട്ടുകുത്തുന്നതായിട്ടുള്ള അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളുടെ പട്ടം കെട്ടപ്പെട്ടതായുള്ള അച്ഛന്മാരിൽ ആരെങ്കിലും ഒരാൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും വേണം. We are telling them that you have a place here in this sanctuary. You have a place here. ഓർഡൈൻ മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുന്നതായുള്ള ആളുകളെ സംബന്ധിച്ചോളം ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന വരങ്ങൾക്ക് അനുസൃതമായി വിഭിന്ന ചിന്താഗതികളും വിഭിന്നങ്ങളായ പ്രവർത്തന ശൈലികളും ഒക്കെ ഉള്ളതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളെല്ലാം തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി നിർവഹിക്കേണ്ടതായുള്ള ശുശ്രൂഷയാണ്. വി ആർ നോട്ട് എ ക്രൗഡ്, വി ആർ എ കമ്മ്യൂണിറ്റി. ഫെയ്ത്ത് കമ്മ്യൂണിറ്റി എന്നോ ബിലീവിങ് കമ്മ്യൂണിറ്റി എന്നോ ഒക്കെ വിളിക്കുന്നതിനായിട്ട് സാധിക്കും. നാം ചേർന്ന് വരുന്നതായുള്ള അവസരത്തിൽ നമ്മളുടെ വിശ്വാസം മറ്റുള്ളവർക്കും മറ്റുള്ളവരുടെ വിശ്വാസം നമുക്കും വിശ്വാസത്തിൻ്റെ ആഴത്തെ കണ്ടെത്തുവാനൊക്കെ കൊണ്ട് സഹായിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടൊരു കൂട്ടായ്മ ബന്ധത്തിലാണ്
ഒരു ഇടവകയായിട്ട് ജീവിക്കേണ്ടത്, പൗരോഹിത്യ ശുശ്രൂഷയും അനുഷ്ഠിക്കേണ്ടത്. നമ്മുടെ പഴയകാല അനുഭവങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കുന്ന അവസരത്തിൽ ഈ കൂട്ടായ്മ ബന്ധം വളരെ വലുതായിരുന്നു എന്ന് നമുക്കറിയാം. ഒരാൾ രോഗിയായിട്ട് കിടന്നാൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതിനായിട്ട് നാം സമയവും സാവകാശമൊക്കെ കണ്ടെത്തിയിരുന്നു. ഒരു മരണം സംഭവിച്ചാൽ തുടർന്നുള്ളതായുള്ള എല്ലാ ക്രിയകളും ചെയ്യുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരല്ല, ആ കൂട്ടായ്മയിലുള്ള, ആ പ്രാർത്ഥനക്കൂട്ടത്തിലുള്ളതായിട്ടുള്ള ആളുകളാണ്. പണ്ട് പുരമേയുന്നതായിട്ടുള്ള അവസരമൊക്കെ ഇന്നിപ്പോൾ എല്ലാം ടൈലും കോൺക്രീറ്റും ഒക്കെയാണ്. എന്നാൽ ഒരിക്കൽ ഓല കൊണ്ട് മേഞ്ഞതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആ കാലങ്ങളിൽ എല്ലാവരോടും ചേർന്ന് നിന്നാണ് ഓല കെട്ടുന്നത്. ആ കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാൻ തക്കവണ്ണം പൗരോഹിത്യ ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നതായുള്ള ഇടവകയ്ക്കും സാധ്യമായിട്ട് തീരണം എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റി, ഒരു ഐക്യം നമ്മളുണ്ടാവേണ്ടത് ആവശ്യമാണ്. വൈൽ വി സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, ഓരോരുത്തരും പ്രത്യേക കഴിവുള്ളവരാണ്, പ്രത്യേക താരന്തമുള്ളവരാണ്, അഭിരുചികളുള്ളവരാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അവയുടെ എല്ലാം മധ്യത്തിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ, അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതായുള്ള അവസരത്തിൽ തന്നെ വി ഗ്രോ ഇൻ ദി യൂണിറ്റി. അതോടൊപ്പം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റൊരു വസ്തുത, ഈ പൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലോകത്തിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്നാണ്. എന്തിനാണ് ഒരു വിശ്വാസ സമൂഹം പൗരോഹിത്യ ശുശ്രൂഷ ഈ ലോകത്ത് നിറവേറ്റുവാനായിട്ടുള്ളത്? ദൈവം സഭയെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് സകല പ്രപഞ്ചത്തെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനായിട്ടും ദൈവരാജ്യ അനുഭവമുള്ളവരായിട്ട് ജീവിക്കുന്നതിനായിട്ടും അനേകരെ അതിലേക്ക് നയിക്കുന്നതിനുമായിട്ടാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെ ഈ ലോകത്തിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഇതാണ് ഒരു ഇടവകയ്ക്ക്, ഒരു വിശ്വാസ സമൂഹത്തിന് നൽകപ്പെട്ടിരിക്കുന്നതായുള്ള പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാൻ കഴിയുന്നതായിട്ടൊരു ചിന്ത, ദൈവം എനിക്ക് ഈ കഴിവൊക്കെ തന്നിട്ടുള്ളത് കൊണ്ട്, ഈ ഒരു വിളി നൽകിയിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ പൊസസ് ചെയ്യുന്നതായുള്ള ഒന്നാണ് എന്നതാണ്. പാടില്ല. ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും വിനയത്തോടുകൂടി നിർവഹിക്കപ്പെടേണ്ടതായുള്ള ശുശ്രൂഷയാണ്. വിനയത്തോടുകൂടി നിർവഹിക്കപ്പെടേണ്ടതായുള്ള ശുശ്രൂഷയാണ്. വലിയവനാകുവാനായിട്ട് ആഗ്രഹിക്കുകയല്ല, പിന്നെ എല്ലാവർക്കും ദാസനും ദാസ്യമായി തീരുന്നതായുള്ള ശുശ്രൂഷയാണ്. ഏത് ആവശ്യങ്ങൾ, മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് ആവശ്യങ്ങളെയും ഒരു ശുശ്രൂഷ മനോഭാവത്തോടുകൂടി നിറവേറ്റുമ്പോൾ ഞാൻ ഉന്നതനാണ്, ഞാൻ അധികാരിയാണ് എന്നുള്ള രീതിയിലല്ല, പിന്നെ താണ് ദാസ്യ ശുശ്രൂഷയിൽ വിനയത്തോടെ നിർവഹിപ്പാണ്ടൊക്കെ ഇടയായിട്ട് തീരുകയാണ് ആവശ്യം. നമ്മളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയുള്ളതാണ് എന്നത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വീട്ടിൽ ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. ഏറെ ആളുകളും അവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ ഐക്യമുള്ളവരായിരിക്കും. എന്നാൽ എല്ലാം അങ്ങനെയല്ല. ഒരു വീട്ടിൽ പിറന്നതായുള്ള 2 കുട്ടികൾ അവരുടെ ജന്മദിനം കൊണ്ടാടിയതായുള്ള അവസരത്തിൽ മാതാപിതാക്കൾ ഒരുവനെ വിളിച്ച് അവന് കൊടുത്തത് കുറച്ച് വിത്തും അത് നടുന്നതിനായിട്ടുള്ള വളവും കൂടിയാണ്. സ്ട്രെയിഞ്ച്.
എന്നാൽ സന്തോഷവാനും സംതൃപ്തനുമായിട്ട് ജീവിച്ചതായിട്ടുള്ള ആ കുഞ്ഞ് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതായുള്ള അവസരത്തിൽ പറഞ്ഞു, നല്ലത്, നന്ന്, ഞാനിത് ഉപയോഗിച്ച് നമ്മളുടെ ഈ വീടിന് ചുറ്റും ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കും. സാധ്യതകളിലേക്ക് നോക്കുന്നതായുള്ളൊരു കുഞ്ഞായിട്ട് മാറി. എന്നാൽ മറ്റേ കുഞ്ഞിനെ മാതാപിതാക്കൾ നൽകിയത് അങ്ങനെ ആയിരുന്നില്ല. മറ്റൊന്നാണ്. എന്താണ് രണ്ടാമത്തെ കുഞ്ഞിന് ലഭിച്ചത്? ആ കുഞ്ഞിന് ലഭിച്ചത് ഒരു നല്ല ലാപ്ടോപ്പാണ്. ഇതെന്നാ മാതാപിതാക്കളാണ് എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചിന്ത. എന്നാൽ മാതാപിതാക്കളെ വിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ഈ കുഞ്ഞ് ലാപ്ടോപ്പ് കിട്ടിയതായുള്ള അവസരത്തിൽ മാതാപിതാക്കളോട് പറഞ്ഞു, ഇങ്ങനെയുള്ളതൊക്കെ പോയി വാങ്ങിക്കുന്ന അവസരത്തിൽ ഏറ്റവും പുതിയതായിട്ടുള്ള ലാപ്ടോപ്പ് നോക്കി വാങ്ങിക്കാനായിട്ടല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്? ശരിയാണ്, കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാട്ടിൽ കൂടുതൽ ഇപ്പോൾ അറിവുണ്ട്. ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. ഫിംഗർ ടിപ്പിലാണ് എല്ലാ ഇൻഫർമേഷനും. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതിനേക്കാൾ അറിവുള്ള ഒരു ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. സോ നാച്ചുറലി ഈ രണ്ടാമത്തെ കുട്ടി പറഞ്ഞതുപോലെ ഒരു ലാപ്ടോപ്പ് കിട്ടുന്നതായുള്ള അവസരത്തിൽ അത് പുതിയ ബ്രാൻഡാണോ, പുതിയ എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതായിട്ടുള്ളൊരു ഡിജിറ്റൽ ഗാഡ്ജറ്റാണോ എന്നതൊക്കെ നോക്കും. ഈ രണ്ടാമത്തെ കുട്ടി അങ്ങനെയാണ് ചെയ്തത്. ഈ രണ്ട് കുട്ടികൾ നമ്മെ പഠിപ്പിക്കുന്നതായുള്ളൊരു പാഠമുണ്ട്. നമ്മളുടെ ജീവിതം എന്ത് വീക്ഷണമുള്ളവരായിട്ട് തീരണം എന്നത്. ആർ യു ഓപ്റ്റിമിസ്റ്റിക് ഓർ പെസിമിസ്റ്റിക്? ഏത് സാഹചര്യത്തെയും കാണുന്നതായുള്ള അവസരത്തിൽ അതിനെ ഒരു സാധ്യതയുള്ള സാഹചര്യങ്ങളായിട്ട് കാണാനായിട്ട് കഴിയുമ്പോൾ അത് ഓരോ സാഹചര്യത്തെ കാണുമ്പോഴും പഴിക്കുന്നതായുള്ള ആളുകളായിട്ട് മാറും. ഇത് രണ്ടും സാധ്യമാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് ജീവിക്കണമെന്നതാണ്. ഒരു ഇടവയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സങ്കല്പം അങ്ങനെയാണ്. ഒരുമിച്ച് ചേർന്ന് വരുന്നതായുള്ള അവസരത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം. കേൾക്കുന്നതായുള്ള അവസരത്തിൽ എന്താണ് നല്ലത് എന്ന് മനസ്സിലാക്കി അതിനോട് ചേരുന്നതിനായിട്ട് ഇടയാവണം. ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രാധാന്യം അറിയിക്കുന്നത്. പിന്നെയോ കിട്ടിയതിൻ്റെ സാധ്യത എങ്ങനെയാണ് എന്നത് തിരിച്ചറിയുവാൻ്റെ കോണം ഇടയായിട്ട് തീരുക എന്നതാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തൻ്റെ അനുഗ്രഹത്തെയൊക്കെ നൽകിയിരിക്കുമ്പോൾ ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് വേർതിരിച്ച് ഒരു ഭാഗത്താക്കിയിരിക്കുമ്പോൾ, ഒരു പ്രദേശത്തും ഈ കാലഘട്ടത്തിലൊക്കെ ആക്കിയിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നതല്ല കഴിവുകളെ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ അനുഗ്രഹപ്രദമായിട്ട് വിനിയോഗിക്കുവാൻ കഴിയുന്നത് എന്നതാണ് ചിന്തിക്കേണ്ടത്. നാം ഇന്ന് ഏവൻഗേലിയനായിട്ട് വായിച്ചതായുള്ള ഭാഗത്തെ കർത്താവായ യേശുക്രിസ്തു പട്ടണം തോറും ഗ്രാമങ്ങൾ തോറുമൊക്കെ സഞ്ചരിച്ചു എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ താൻ സഞ്ചരിക്കുന്നതായുള്ള അവസരത്തിൽ കർത്താവെ കണ്ടതായുള്ളൊരു കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. ആ കാഴ്ചയിൽ പുരുഷാരം കുഴഞ്ഞവരായി ചിഹ്നവരായി ഒക്കെ കണ്ടിട്ട് അവരുടെ മനസ്സലിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷാരം കുഴഞ്ഞവരായിട്ടും ചിഹ്നവരായിട്ടും ഒക്കെ കാണുന്ന അവസരത്തിൽ എന്താ സാധ്യത? റിജക്റ്റ് ചെയ്യരുതോ, തള്ളിക്കളയരുതോ? ഇവിടെ എനിക്കൊന്നും ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ആരെയൊക്കെ ചേർത്ത് നിർത്തുവാനായിട്ട് കഴിഞ്ഞുവോ അവരെല്ലാം ചേർത്ത് നിർത്തിയതിന് ശേഷം ദൈവത്തിന് എല്ലാവരോടും സ്നേഹമുണ്ട് എന്ന് പ്രഘോഷിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. അതുകൊണ്ടാണ് ഒരു നല്ല ആട്ടിടയനെക്കുറിച്ച് പറയുന്നത്. ഒരു നല്ല ആട്ടിടയൻ തൻ്റെ കയ്യിൽ ലഭിക്കുന്നതായുള്ള ആട്ടിൻ പറ്റത്തെ അതിൻ്റെ മേച്ചൽപ്പുറങ്ങൾ കണ്ടെത്തി അതിനെ അവിടേക്ക് നയിക്കും. കാരണം ഈ ആടുകൾക്ക്
ദൂരക്കാഴ്ചയില്ല, അടുത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ആട്ടിടേനെ കാണാം. ആട്ടിടേൻ എവിടേക്ക് പോകുന്നു ആ ആട്ടിടേൻ്റെ പിന്നാലെ പോയി മേച്ചൽ പുറങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരാട് നഷ്ടമായി പോയാൽ ആടിന് തന്നെ തിരികെ വരുന്നതിനായിട്ട് സാധിക്കത്തില്ല. ഇടയൻ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ദൈവം ഇതാണ് മാനവ സമൂഹത്തിന് വേണ്ടി ചെയ്തത്. തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. സ്വർഗോന്നതി വിട്ട്, അവിടെയുള്ള എല്ലാ മഹിമകളും വിട്ട്, അവിടെയുള്ള എല്ലാ സുഖങ്ങളും ഒക്കെ വിട്ട് താഴെ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് പിറക്കുവാൻ്റെ കോണം അയക്കുകയാണ്. മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് ജീവിതശൈലി. അങ്ങനെ സഞ്ചരിക്കുന്നതായുള്ള അവസരങ്ങളിലെല്ലാം ദൈവം നൽകിയതായിട്ടുള്ള പുരുഷാരത്തെ വീണ്ടെടുക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കർത്താവ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാട്ടിത്തന്നതായുള്ള നല്ല ഇടയൻ്റേതായുള്ള സ്വഭാവമുള്ളവരായിട്ടാണ് പൗരോഹിത്യ ശുശ്രൂഷ ഈ ലോകത്തിൽ ചെയ്യേണ്ടത്. ഈ 100 ആട് ഒരുവനുണ്ടായിട്ട്, കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഉപമയാണ്, 100 ആട് ഒരുത്തനുണ്ടായിട്ട് അതിലൊന്ന് നഷ്ടപ്പെടുന്നതായുള്ള അവസരത്തിൽ 99 വിട്ടിട്ട് ആ ആടിനെ തേടി പോകുന്നതായ ഇടയനെ കുറിച്ചാണ് വിവരിക്കുന്നത്. തൊണ്ണൂറ്റൊൻപത് ആടുകൾ കൂടെയുണ്ട് എങ്കിലും നഷ്ടപ്പെട്ടതായുള്ള ആടിനെക്കുറിച്ചുള്ള വേദനയും അതിനെ വീണ്ടെടുക്കുവാനായിട്ടുള്ള താല്പര്യവും അതിനായിട്ടുള്ള ശുശ്രൂഷയും ഒക്കെ നിർവഹിക്കുക എന്നതാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. തൊണ്ണൂറ്റി 99 വിട്ടിട്ട് ആ നഷ്ടപ്പെട്ടു പോയതായുള്ള ഒന്നിനെ ചൊല്ലി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായുള്ള ഒരുവനായിരിക്കണം നല്ല ഇടയൻ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് വിശ്വാസ ജീവിതത്തിലും ഈ കൂട്ടായ്മയിലും ആരെയൊക്കെയാണ് ചേർത്ത് നിർത്തുവാനായിട്ട് കഴിയുന്നത്? കുഴഞ്ഞവരും ചിന്നിവരുമായി കണ്ടതായുള്ള പുരുഷാരത്തെ കണ്ട് മനസ്സലിയുന്നതായുള്ള കർത്താവിൻ്റെ മനസ്സലിവ് നമുക്കുണ്ട് എന്നത് പറയുന്നതിനായിട്ട് സാധിക്കുമോ? എങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഒരു ഭാരം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അവരെ വീണ്ടെടുക്കുന്നത് വരെ വീണ്ടെടുപ്പിൻ്റേതായുള്ള ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ നല്ല ഇടയനെക്കുറിച്ചുള്ള നല്ലൊരു വർണ്ണന അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ആട്ടിടയൻ അവിടെ പറയുന്നുണ്ട്, എനിക്ക് വേറെ ആടുകളുണ്ട്, അവരെയും ഞാൻ കൂട്ടിച്ചേർക്കേണ്ടതാകുന്നു. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തി അടയുകയല്ല, പിന്നെയോ സാധ്യതകളിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവുക എന്നതാണ്. ഇന്ന് ഇടവദിനമൊക്കെ കൊണ്ടാടുന്ന അവസരത്തിൽ ഇവിടെ മനോഹരമായിട്ട് റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച നേടിയെടുത്തതായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമായിരിക്കും അതിലെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നേട്ടങ്ങൾ മാത്രമല്ല, ഇനിയുമുള്ള സാധ്യതകളും കൂടെ കാണണം. ആ സാധ്യതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, സാഹസ്യമായിട്ട് ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, വിനയത്തോടെ ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, ഫലകരമായുള്ള ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീരണം എന്നതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് 8 ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവരുടെ ശുശ്രൂഷ നടക്കുവാനായിട്ട് പോവുകയാണ്. ഈ 8 ഫസ്റ്റ് കമ്മ്യൂണിക്കൻസും അവരെന്തൊക്കെയായി തീരുമെന്നൊന്നും നമുക്കിപ്പോൾ പറയുന്നതിനായിട്ട് സാധിക്കത്തില്ല. അവർ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാലഘട്ടമാണ്. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്, നമ്മളെക്കാളൊക്കെ മെച്ചമായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ വളർച്ച.
രണ്ട് കാര്യങ്ങൾ ഓർക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഞാൻ ഓർമ്മപ്പെടുത്തിട്ട്, ഒന്ന്, നഷ്ടമായതിനെക്കുറിച്ചുള്ളതായുള്ള ഭാരം നിങ്ങൾക്കുണ്ടാവണം. ഒരു കോമ്പറ്റേറ്റീവ് സൊസൈറ്റിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഒരു മത്സരാധിഷ്ഠിതമായുള്ള ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റേ ആളേക്കാൾ മെച്ചമായിട്ടുള്ള വ്യക്തിയായിട്ട് തീരണം എന്നുള്ള ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നഷ്ടമായതിനെക്കുറിച്ചുള്ളൊരു ഭാരം നിങ്ങൾക്കുണ്ടാവണമെന്നതാണ്. രണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞതായുള്ള കാര്യമാണ്, ദൈവം നമുക്ക് തരുന്നതായുള്ള സാധ്യതകൾ, ആ സാധ്യതകളെല്ലാം കണ്ടെത്തുവാനായിട്ടുള്ളൊരു ജീവിത യാത്രയായിരിക്കണം നിങ്ങളുടേത്. മോർ ആൻഡ് മോർ പോസിബിലിറ്റീസ്. The potential that God has given to each one of you is tremendous. Not even you can understand that. God has designed tremendous possibilities for each one of you. And it is expected by God that you explore those possibilities and come up in good color. Very good. Congratulations. എന്നാൽ മറുവശം മറക്കരുത്, ദൈവം സൃഷ്ടിച്ചതായുള്ള ഒന്നും വേണ്ടാത്തതല്ല. എല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനോഹരമാണ്, എല്ലാം വിലപ്പെട്ടതാണ്. ഈ മനോഹരവും വിലപ്പെട്ടതുമായതിനെ നഷ്ടപ്പെട്ടു പോകാതെ ചേർത്ത് നിർത്തുവാൻ, കൂടെ നിർത്തുവാൻ, കൂട്ടായ്മയിൽ നിർത്തുവാൻ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ സാധ്യമായിട്ട് തീരണം. കർത്താവ് പുരുഷാരത്തെ ചിന്നിയവരായി, കുഴഞ്ഞവരായി ഒക്കെ കണ്ടതായുള്ള അവസരത്തിൽ ഒരു ഇടയ ശുശ്രൂഷയിലേക്ക് നീങ്ങുകയാണ്, അവരെ കൂട്ടിച്ചേർക്കുവാണ്ടൊക്കെയാണ്. ഈ ഇടയ ശുശ്രൂഷയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ഇടവകയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇടവദിനം കൊണ്ടാടുന്നതായുള്ള ഈ ദിവസത്തിൽ ഇടവകയായിട്ട് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായിട്ടുള്ള വ്യക്തിയായിട്ടല്ല, കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ദൈവത്തിൻ്റെ സ്നേഹം നിർത്തുവാനൊക്കെ അവരുടെ ഇടയിലും സമൂഹത്തിൻ്റെ മധ്യത്തിലും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരായി കാണപ്പെടുവാൻ ഇടയാക്കണമേ എന്നത് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം.